ജഗദോദ്ധാരണ അടിശിദശോദ. കേട്ട് കാണും ഇങ്ങനെയൊരു കൃതി. അതിൻ്റെ രചയിതാവായ പുരന്ദരദാസിനെ കുറിച്ച് ഒരു ചിത്രം തയ്യാറാക്കി വന്നിരിക്കുകയാണ് ഞാൻ. എല്ലാവരും അനുഗ്രഹിക്കണം, കാണണം, പ്രോത്സാഹിപ്പിക്കണം. എവിടെ നിന്ന് കിട്ടി ഈ രത്നം? ഇത് വില കൂടിയ ഇനമാണ്. ഇയാളിത് മോഷ്ടിച്ചൊന്നും അല്ലായിരിക്കാം, ആർക്കറിയും. ഞാൻ ഉപായത്തിൽ ഇതൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കണം. ആരാണിത് നിങ്ങൾക്ക് തന്നത്? വളരെ വളരെ സാത്വികയായിട്ടുള്ള ഒരു നരീരത്നം തന്നതാണ് ഇത്. അവരോട് ഞാൻ പറയണ്ടായി എൻ്റെ മകൻ്റെ ഉപനയനത്തിന് സഹായം ചെയ്യാൻ. ആ സമയത്ത് അവര് ഈ മോതിരം എനിക്ക് ഊരി തന്നു. ഇത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വിവാഹ സമ്മാനമായി കൊടുത്ത മോതിരം പോലെ തോന്നുമല്ലോ. ഇതിപ്പോൾ അങ്ങനെ വിട്ടൂടാ. ഇതൊരല്പം വില കൂടുതലുള്ളതാ. അതുകൊണ്ട് ഇതൊന്ന് പരിശോധിക്കണം എനിക്ക്. അങ്ങെവിടെ ഇരുന്നോളൂ, ഞാനിതൊന്ന് പരിശോധിച്ചിട്ട് ഉടനെ വരാം. സത്യാവസ്ഥ അറിയാമല്ലോ. ഭിക്ഷാം ദേഹി ഭിക്ഷാം ദേഹി. ഇതായിരുന്നില്ല എൻ്റെ പ്രതീക്ഷ. മകൻ്റെ ഉപനയനമാണ്. വളരെ ദാരിദ്ര്യത്തിലാണ്. ബ്രാഹ്മണനാണെന്നേ ഉള്ളൂ, ഒരു ഗതിയില്ല. ചടങ്ങേറെയുണ്ട്, അറിയാലോ. കാശ് ഏറെ ചെലവാ. സ്വന്തം അച്ഛനെ പോലെ ഗതി സഹായിക്കണം. ഒരു ഗതിയില്ല എന്നിട്ടാ കൈ നീട്ടണം. ഇവിടെ ഇങ്ങനെ തന്നതും എന്നെ ഇങ്ങനെയൊക്കെയതും ഒരാളല്ലേ. സന്മനസ്സുണ്ടാവണം, സഹായിക്കണം. ഒട്ടും വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെ, പറയാതിരിക്കാൻ വയ്യ. നന്നായി വരട്ടെ, ഇവർക്ക് നന്നായി വരട്ടെ. ഇത് വെച്ചോളൂ, എന്റെ വിവാഹമോതിരാണ്. വളരെ വില കൂടിയതാ. കയ്യിൽ വെച്ചോളൂ. അത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടത്തും. സങ്കടമൊക്കെ മാറിയില്ലേ? എന്റെ കുഞ്ഞെ, നിന്നെ മകളായി കിട്ടിയവനോട് എനിക്ക് അസൂയ തോന്നുന്നു. സാക്ഷാൽ ലക്ഷ്മിയെ പോലെ തന്നെയുണ്ട്. വിട തരൂ കുഞ്ഞെ, വിട തരൂ. സർവ ഐശ്വര്യവും നൽകി ഈശ്വരൻ ഈ കുഞ്ഞിനെയും ഇവരുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. ലക്ഷ്മി, 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 എവിടെ പോയി ഇവള്? ലക്ഷ്മി, ഞാൻ വിളിച്ചതേ ഒരു കാര്യത്തിനാണ്. നിന്റെ വിവാഹമോതിരം ഇവിടെ ചോദിച്ചത് കേട്ടില്ലേ? അത് മച്ചില് പൂജാമുറിയിലുണ്ട്. നീ കള്ളം പറയാനും തുടങ്ങി. അല്ല, ഞാൻ സത്യമാണ് പറഞ്ഞത്. എങ്കിൽ ആ മോതിരം എടുത്തോണ്ട് വരാം. ഇപ്പൊ തന്നെ കൊണ്ടുവരാം. എന്റെ കൃഷ്ണ, മോതിരം ഞാന് ബ്രാഹ്മണന് കൊടുത്തത് നിനക്കറിയാലോ. ആ മോതിരം എനിക്ക് കിട്ടില്ലെങ്കിൽ നിന്നാണ് ഞാൻ ആത്മഹത്യ ചെയ്യും കൃഷ്ണ. ആ സാധുവിനെ സഹായിച്ച നീ എന്നെ കൊലയ്ക്ക് കൊടുക്കൂ കൃഷ്ണ. ഞാൻ പോണു. മോതിരം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാനില്ല കൃഷ്ണ. എവിടെ മോതിരം? നീ കൊണ്ടുപോയി കളഞ്ഞ മോതിരം എന്റെ കയ്യിലുണ്ട്. ഞാൻ പിടിച്ചോളൂ മോതിരം. ഇതെങ്ങനെ സംഭവിച്ചു? അത്ഭുതം. ഇതേ മോതിരം എന്റെ കടയിൽ ഇരിപ്പുണ്ടല്ലോ. സത്യം പറ, എന്താണ് സംഭവിച്ചത്? പറയൂ ലക്ഷ്മി, പറയൂ. അല്പം മുമ്പ് വന്ന ഒരു ബ്രാഹ്മണൻ ഞാൻ മോതിരം ഊരി കൊടുത്തതാണ്. അങ്ങ് വരും മുമ്പ് ഞാൻ കൃഷ്ണനോട് പ്രാർത്ഥിച്ചു.
മോതിരം കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് കൃഷ്ണനോട് പറഞ്ഞു. അല്ലാതെ എനിക്ക് വേറെ എന്താ വഴി? അങ്ങയുടെ മോതിരം ഞാൻ എടുത്ത സാധു ബ്രാഹ്മണന് കൊടുത്തില്ലേ? മച്ചിലെ ചെപ്പിൽ പോയി നോക്കുമ്പോൾ എന്റെ മോതിരം ഇരിക്കുന്നു. എനിക്ക് അത്ഭുതം തോന്നി. എന്റെ ഭഗവാൻ അതവിടെ കൊണ്ടുവച്ചതായിരിക്കും ഉറപ്പില്ല. ഈ അനുഭവമാണ് പുരന്ദരദാസിനെ സദാസമയവും ഈശ്വരഭക്തിയിലേക്ക് നയിച്ചത്. ധനമോഹിയായിരുന്ന അദ്ദേഹം തൻ്റെ സ്വത്തെല്ലാം സാധുക്കൾക്ക് ദാനം ചെയ്ത് സദാസമയവും ഈശ്വര ഭജനത്തിൽ മുഴുകി ബാക്കിയുള്ള സമയം ചിലവഴിച്ചു. കർണാടിക് മ്യൂസിക് ആസ്വദിക്കുന്നവർ പുരന്ദര വിഠല എന്ന് പാട്ടിനിടയിൽ കേട്ടാൽ അത് പുരന്ദരദാസ കൃതിയാണെന്ന് മനസ്സിലാക്കുക. ഭാഗ്യത ലക്ഷ്മി ഭാരമ്മ എന്ന പാട്ട് അവസാനിക്കുമ്പോൾ പുരന്ദര വിഠലനു, ആ മുദ്ര പുരന്ദരദാസിൻ്റെയാണ്. നന്ദി, നമസ്കാരം.